കേരളത്തിന്റെ സ്വന്തം നാട്. ഏറെ അഭിമാനത്തോടെയും ഒരൽപ്പം അഹങ്കാരത്തോടെയുമാണ് നമ്മുടെ നാടിനെ പറ്റി നാം പറയാറുള്ളത്. വിവിധങ്ങളായ സാമൂഹിക വികസന സൂചികകളിൽ കേരളം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തെക്കാളും മുന്നിൽ നിൽക്കുന്നതിനെ തലയെടുപ്പോടെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ആ പുരോഗമന വാഴ്ത്തുകളെയെല്ലാം ലജ്ജിപ്പിക്കുന്ന വിധത്തിലാണ് സമീപകാലത്തായി ഇവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്ന അന്ധവിശ്വാസത്തിന്റെ ഞെട്ടിക്കുന്ന കഥകൾ. നരബലി മുതൽ ദുർമന്ത്രവാദവും ആഭിചാരവും വരെ തുടർക്കഥയാകുന്നു. അന്ധവിശ്വാസത്തിന്റെ മറവിൽ ചെറുതും വലുതുമായ നിരവധി സാമ്പത്തിക തട്ടിപ്പുകളും കൊലപാതകങ്ങളും വരെ പുറത്തുവരുന്നുണ്ട്. ഇതൊക്കെ പുറം ലോകം അറിഞ്ഞ സംഭവങ്ങൾ മാത്രമാണെങ്കിലും ഇനിയും പുറത്തു വരാത്തതായ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ ന്യായാന്യായങ്ങൾ ചർച്ച ചെയ്യും മുൻപ് എന്താണ് അന്ധവിശ്വാസം എന്നൊന്ന് നോക്കി വരാം. ഏതെങ്കിലും മാർഗങ്ങളിലൂടെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഒരു കാര്യത്തെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിലും അത് പറയുന്ന വ്യക്തിയുടെയോ അയാൾ പ്രതിനിധീകരിക്കുന്ന പശ്ചാത്തലത്തിന്റെയോ പ്രത്യേകത കൊണ്ട് നാം വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് തീർച്ചയായും ആപേക്ഷികമാണ്. എന്റെ വിശ്വാസം മറ്റൊരുവന് അന്ധവിശ്വാസമായിരിക്കാം. അതിന്റെ പരിണത ഫലങ്ങളും പലതാകാം. എന്നാൽ വിശ്വാസങ്ങളുടെ മറവിൽ ഇപ്പോൾ നടക്കുന്നത് കൊലപാതകങ്ങൾ അടക്കമുള്ള കൊടും ക്രൂരതകളാണ്. എന്താകാം ഈ അന്ധവിശ്വാസങ്ങൾക്ക് കാരണം? ഭീതിയും പ്രലോഭനവുമാണ് ഇത്തരം വിശ്വാസ സംബന്ധിയായ ചതിയിലേക്കും ദുരാചാരങ്ങളിലേക്കും നയിക്കുന്നത്. തനിക്കോ തന്റെ കുടുംബത്തിനോ വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചോ സാമ്പത്തികമായ നഷ്ടങ്ങളെക്കുറിച്ചോ പറഞ്ഞ് ഭയപ്പെടുത്തുകയും അതിൽ നിന്നും രക്ഷ നേടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യും. ചെറുതായെങ്കിലും വിശ്വാസമുള്ള ആളുകൾ ഒരു അപകട സാധ്യതയെ ഒഴിവാക്കാൻ പറഞ്ഞ അതേപടി അക്കാര്യം അനുസരിക്കും. അത്യാഗ്രഹവും കുറുക്കുവഴിയിലൂടെയും വിജയം നേടാനുള്ള മനുഷ്യരുടെ മനസ്സും ഇതിന് മറ്റൊരു കാരണമാണ്. കേരളത്തെ നടുക്കിയ നരബലികൾ മുതൽ നെന്മാറയിലെ ചെന്താമരം നടത്തിയ അരും കൊല വരെ വിവിധ സംഭവങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ആളുകൾ എങ്ങനെ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് ഇരയായി എന്നതിൽ നിന്നും നമുക്ക് ഈ ഭീകരത തിരിച്ചറിയാം. അന്ധവിശ്വാസങ്ങളെ എങ്ങനെയൊക്കെ നേരിടാം? അന്ധവിശ്വാസങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ശക്തമായ ഒരു നിയമനിർമ്മാണം തന്നെയാണ് നമുക്ക് ആവശ്യം. എന്നാൽ സർക്കാരിന്റെ ആ നീക്കം വർഷങ്ങളായി പലവിധ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ചുവപ്പ് നാടയിലാണ്. 2014 അന്ന് ADGP ആയിരുന്ന ഹേമചന്ദ്രൻ ഒരു നിയമം തയ്യാറാക്കി. അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള ചൂഷണം തടയൽ ബിൽ 2014. അന്നത്തെ യുവ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നെല്ലാം അഭിപ്രായങ്ങൾ സ്വീകരിച്ച് തയ്യാറാക്കിയ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് 7 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് അന്ന് നിർദ്ദേശിച്ചത്. വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾക്കു ശേഷം നിയമം കൊണ്ടുവരുമെന്ന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അടക്കം നിയമസഭയിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നു കണ്ടില്ല. ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കാര കമ്മീഷൻ 2019 ഒക്ടോബറിൽ തയ്യാറാക്കി കൈമാറിയ ദുർമന്ത്രവാദ ആഭിചാര ക്രിയകൾ തടയലും ഇല്ലാതാക്കലും എന്ന ബിൽ ഇന്നും ഫ്രീസറിൽ തന്നെ തുടരുന്നു. കുറ്റകൃത്യങ്ങൾക്ക് 1 വർഷം മുതൽ 7 വർഷം വരെ തടവും 5000 മുതൽ 50,000 രൂപ വരെ പിഴയുമാണ് ഇതിൽ നിർദ്ദേശിക്കുന്നത്. ഇരകളെ പരിക്കേൽപ്പിച്ചാലോ കൊലപാതകം നടത്തിയാലോ IPC പ്രകാരമുള്ള വകുപ്പുകൾ ബാധകമായിരിക്കും. സർക്കാർ കൂടി നിർദ്ദേശിച്ചിട്ടാണ് കമ്മീഷൻ ഇത്തരമൊരു ബിൽ തയ്യാറാക്കിയെന്നതും ശ്രദ്ധേയമാണ്. ഏറ്റവും ഒടുവിൽ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വേർതിരിവ് കൃത്യമായി നിർവചിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരട് ബിൽ പിൻവലിക്കുന്ന സ്ഥിതിയിലെത്തി. അന്തരിച്ച PT തോമസ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2018 ഓഗസ്റ്റിൽ ദുർമന്ത്രവാദവും അന്ധവിശ്വാസ പ്രവൃത്തികളും നിരോധിക്കുന്നതിന് സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. സമഗ്ര നിയമം നിർമ്മിക്കുന്നത് പരിഗണനയിലാണെന്ന് പറഞ്ഞ് സ്വകാര്യ ബില്ലിനെ സർക്കാർ അംഗീകരിച്ചില്ല. 2021 ഓഗസ്റ്റിൽ KD പ്രസേനൻ അവതരിപ്പിച്ച കേരള അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബില്ല് എന്ന സ്വകാര്യ ബില്ലിനും ഇത് തന്നെയായിരുന്നു ഗതി. വിശ്വാസത്തിന്റെ മറവിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ തടയാനുള്ള ഒരു നിയമം ഇന്നും നമ്മുടെ സംസ്ഥാനത്തില്ല. കാലാകാലങ്ങളായി നിലനിന്നിരുന്ന പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തോൽപ്പിച്ചു തന്നെയാണ് ഈ കാണുന്ന കേരള സമൂഹം സൃഷ്ടിക്കപ്പെട്ടത്. ബുദ്ധിയും വിവേകവും ശാസ്ത്രബോധവുമുള്ള ഒരു തലമുറ വളർന്നു വരുന്നു എന്നത് പ്രത്യാശ നൽകുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവർക്ക് ലഭിക്കുന്ന അറിവുകളും ശാസ്ത്രാവബോധവും വളരാൻ സഹായിക്കും. വിശ്വാസം അതല്ലേ എല്ലാം എന്നതൊക്കെ മാറി വിശ്വാസം വേണം ആവശ്യത്തിന് എന്ന ചിന്തയിലേക്ക് സമൂഹം നീങ്ങട്ടെ.